ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ഐറ്റം ബ്രോസ്റ്റ് ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ ബ്രോസ്റ്റിന് വേണ്ട ചേരുവകളെല്ലാം ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കിലോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ അതിന് വേണ്ട ആവശ്യമായ ഉപ്പ്. അധികം സ്പൈസി ആവില്ല ഈ ബ്രോസ്റ്റ് ഐറ്റം, അതുകൊണ്ട് ഒരു മുളക് പൊടി മീഡിയം ലെവലിൽ ആഡ് ചെയ്താൽ മതി. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന വിനാഗിരിയാണ്. വിനാഗിരി ഇതിൽ മസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് പിടിക്കണം. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എല്ലാ സൈഡിലേക്കും എത്തുന്ന മാതിരി നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ ഏകദേശം നമ്മൾ 3 മണിക്കൂറോളം വെക്കണം. അത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് നിൽക്കും നമ്മൾ ആഡ് ചെയ്ത മസാലാസൊക്കെ. അപ്പോൾ ഏകദേശം 3 മണിക്കൂറാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു എഗ് മിക്സ്ചർ ഉണ്ടാക്കണം. എഗ് മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വേണ്ട ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് മാരിനേഷൻ ആവശ്യമായിട്ടുള്ളൊരു മിക്സ്ചറാണ്, എഗ് മിക്സ്ചർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന മിക്സ്ചർ കോൺഫ്ലവർ, മൈദ സമാസമം എടുത്തിട്ടുള്ളൊരു മിക്സ്ചറാണ്. അതിലേക്ക് 1 സ്പൂൺ ഒനിയൻ പൗഡറും 1 സ്പൂൺ ഗാർലിക് പൗഡറും ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ചിക്കൻ അതിലൊന്ന് നന്നായി മാരിനേറ്റ് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കൻ നേരെ എഗ് മിക്സ്ചർ വെച്ചിട്ട് വീണ്ടും മാരിനേറ്റ് ചെയ്യും. എന്നാലും നമ്മൾ ബ്രോസ്റ്റിൻ്റെ കൃത്യം കൺസിസ്റ്റൻസി കിട്ടുക. അപ്പോൾ നമ്മൾ എഗ് മിക്സ്ചർ റെഡിയാക്കിയതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വീണ്ടും ഒന്നും കൂടി മാരിനേറ്റ് ചെയ്തെടുക്കുക. വീണ്ടും നമ്മളുടെ കോൺഫ്ലവർ മൈദ മിക്സ്ചറിലേക്ക് വീണ്ടും ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുക. നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഈ കോൺഫ്ലവർ മിക്സ്ചർ എത്തണം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വട്ടം കൂടി വീണ്ടും നമ്മൾ എഗ് മിക്സ്ചർ മാരിനേറ്റ് ചെയ്യണം. ഒന്നും കൂടി നമ്മൾ മാരിനേറ്റ് ചെയ്യാണ്. നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ വേണം ചെയ്യാൻ. അങ്ങനെ നന്നായി മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ ഫ്രൈയിങ് അല്ല കേട്ടോ, പ്രഷർ ഫ്രൈയിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. പ്രഷർ കുക്കറിൽ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ എടുക്കുക. ചിക്കൻ പീസസൊക്കെ ചൂടായി കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ ചൂടായതിനു ശേഷം ചിക്കൻ പീസസൊക്കെ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ നിരത്തുക. നിരത്തി കഴിഞ്ഞ് പ്രഷർ കുക്കർ അടയ്ക്കണം. ഏകദേശം ഒരു 2 വിസിലാകുന്നത് വരെ പ്രഷർ കുക്കർ അടച്ചു തന്നെ വെക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം മതിയാവും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിടുക. ചിക്കൻ്റെ പീസൊക്കെ തിരിച്ചിടുക. എന്നിട്ട് ഒന്നും കൂടി 2 വിസിലാവുന്നത് വരെ നമ്മൾ നോക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോസ്റ്റ് റെഡിയാണ്. നമ്മുടെ ബ്രോസ്റ്റ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.